ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. ചെറിയ ബേബീസിനൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പാട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ടോപ്പ് നല്ല പഫ് സ്ലീവിൽ മുന്നിൽ ബൗവൊക്കെ വെച്ചിട്ടും പിന്നെ സ്കേർട്ട് മൊത്തമായിട്ട് നെറ്റ് വെച്ചിട്ടുമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ആട്ടോ എടുത്തിട്ടുള്ളത്. ലൈനിങ് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ഫോൾഡായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് മുകളിലൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത്, ആം ഹോള്, ഷോൾഡർ, ചെസ്റ്റ് റൗണ്ടൊക്കെ ഇതിൽ മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ടുള്ളത് ആം ഹോളാണ്. ആം ഹോള് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് 7.5 എടുത്തിട്ടുണ്ട്. 7.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു 7.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 7.5 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ നെക്ക് വിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുന്ന നേരെ താഴേക്കായിട്ട് 2 ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കാണ് കേട്ടോ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ആം ഹോൾ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ആ ഒരളവ് തന്നെ നല്ല മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഇതുപോലെ ഒരു തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഞാൻ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും പിന്നെ നെക്ക് ലെങ്ത്ത് 5.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വി നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ക്യാൻവാസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു ക്ലോത്തിൽ അയൺ ചെയ്ത് അത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചാക്കുന്ന സമയത്ത് മെറ്റീരിയൽ നീങ്ങിപ്പോകാതെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ വി ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നെക്ക് അടിച്ച് കഴിഞ്ഞാൽ ആം ഹോളും ഷോൾഡറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ ലൈനിങ്ങും പിന്നെ നല്ല മെറ്റീരിയലും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ആം ഹോളും നെക്കും പിന്നെ ഏറ്റവും അടിഭാഗത്തായിട്ടും ഒന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് തുണിയും ഒരുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ഷേപ്പിൻ്റെ ഭാഗം ഒഴിവാക്കി ബാക്കി മൊത്തത്തിലുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നെക്ക് ആ ഒരു ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ടക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡറും ഒരുപോലെ പിടിച്ചതിന് ശേഷം അതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ലീവ് ആട്ടോ. സ്ലീവ് ഫ്രില്ലഡ് സ്ലീവാണ്, പഫ് കൈയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് തുണി എടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഫ്രില്ലിട്ട് കൊടുക്കാം. നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് വരുന്ന ഒരു രീതിയിൽ ഇതൊന്ന് ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആം ഹോളിന് കറക്റ്റായ രീതിയിൽ ഈ സ്ലീവ് ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. സ്ലീവ് വെച്ചതിന് ശേഷം ബോഡി ഒന്ന് അടിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ടോപ്പിൻ്റെ വീഡിയോ. ഇനി അടുത്തത് സ്കേർട്ട് എങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ സ്കേർട്ട് അടിക്കാനായിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ അളവിലാണ് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അരവണ്ണം ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അരവണ്ണം 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പം മൊത്തമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ആ 14ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് അല്ല കേട്ടോ, 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. 1 ഇഞ്ച് ഫ്രണ്ടിലും 1 ഇഞ്ച് ബാക്കിലുമായിട്ട്. അപ്പം ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പം ആ ഒരു 16 ഇഞ്ചിൻ്റെ അളവിൽ നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. എലാസ്റ്റിക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് മുഴുവനായിട്ടുള്ളത് എടുക്കുന്നില്ല, നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പം ലെങ്ത്ത് വന്നിട്ടുള്ളത് 8 ആണ്. അപ്പം 8ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പം ഈ സ്കേർട്ട് കുട്ടിക്ക് ചെറുതായത് ഞാൻ 1 ഇഞ്ചും കൂടി അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് 10.5 ഇഞ്ച് നമുക്കിതിൽ മുഴുവനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വീതി വന്നിട്ടുള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ തുണി എത്ര ഉണ്ടോ ആ ഒരു അളവിൽ നമുക്കിത് ഫ്രില്ലിട്ട് എടുക്കാം. 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിതിന് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്രീപ്പിൻ്റെ തുണിയാട്ടോ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റിൻ തുണിയും കൂടി ഉപയോഗിക്കാം. ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ ബാക്കി വന്നിട്ടുള്ള ലൈനിങ് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ പീസ് ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ആ പീസ് നമുക്ക് എലാസ്റ്റിക് വെക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നെറ്റും പിന്നെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുന്ന ഷിഫ്റ്റ് നെറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം.
ഇനി അടുത്തത് ഷിഫ്റ്റ് നെറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് നെറ്റ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വീതി വന്നിട്ടുള്ളത് നമ്മൾ ബോക്സ് ഫ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ എലാസ്റ്റിക് എടുത്തതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തത് നെറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്ത ആ ഒരു അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ മെറ്റീരിയൽ എടുത്തത് 3 മീറ്ററാണ്. അപ്പോൾ ആ 3 മീറ്ററും ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നെറ്റാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം ടോട്ടൽ 8 പീസ് നെറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു അറ്റത്തേക്ക് കൂടി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. 8 പീസും ഇതുപോലെ നമുക്ക് ഒരേപോലെ പിടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ നെറ്റ് എടുത്തത് 3 മീറ്ററാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം 3 മീറ്റർ അല്ല കേട്ടോ, ഞാൻ 2 മീറ്ററാണ് നെറ്റ് എടുത്തിട്ടുണ്ടായത്. ഷിഫ്റ്റ് നെറ്റ് 1/2 മീറ്ററും പിന്നെ ലൈനിങ് വന്നിട്ടുള്ളത് 1 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ടോട്ടൽ 2 ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മളെ ഷിഫ്റ്റ് നെറ്റിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഒരു വൈറ്റ് ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് ഏത് കളറായാലും കുഴപ്പമില്ല, അത് ഏറ്റവും അടിയിലായിട്ട് വരുന്നതുകൊണ്ട് ഏത് കളറ് ലൈനിങ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 8 പീസും നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റിൻ്റെ അരികിലൂടെ ആയിട്ട് ഒരു അടിവ് കൊടുക്കാം. കുറച്ച് വലിയ സ്റ്റിച്ച് ആക്കിയതിന് ശേഷം നെറ്റിൻ്റെ അറ്റത്തൂടെ കൂടി ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് ഒന്ന് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റ് ഇടുന്നത് നൂല് വലിച്ചിട്ടാണ് സ്ലിറ്റ് ഇട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചതിന് ശേഷം ഈ 2 നൂലിൽ ഒരു നൂല് വലിച്ചിട്ട് നമ്മൾ ഇത് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുരുക്കി നമ്മളെ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു അളവിലേക്ക് എത്തിക്കലാട്ടാ ചെയ്യുന്നത്. ഇതേ അളവ് തന്നെയാണ് നമ്മൾ ലൈനിങ്ങും ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങും ഈ ഒരു മെത്തേഡിൽ തന്നെ ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ നൂല് വലിച്ചിട്ട് ചുരുക്കി ആ ഒരു അളവിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ ഒരു അളവിൽ ആക്കിയെടുത്തതിന് ശേഷം ഇനി ഏറ്റവും അടിയിൽ വരുന്ന ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷിഫ്റ്റ് നെറ്റ് ബോക്സ് ഫ്ലിറ്റ് ഇട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് അറ്റത്തൂടെ അടിച്ചതിന് ശേഷം ഇനി ഇതിന് മുകളിലായിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും പിന്നെ നെറ്റും കൂടി വെച്ച് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ഒരുമിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എലാസ്റ്റിക് വെക്കാനുള്ള പീസും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് വെച്ചതിന് ശേഷം സൈഡും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്കേർട്ടിൻ്റെ പരിപാടി. ഇതുപോലെ എലാസ്റ്റിക് വെക്കാനുള്ള പീസ് വെച്ചതിന് ശേഷം ഇതിനുള്ളിലായിട്ട് എലാസ്റ്റിക് വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്കേർട്ട് ആൻഡ് ടോപ്പ് വന്നിട്ടുള്ളത്.